എടാ പന്നി, നിന്റെയൊക്കെ കരച്ചിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതിനുവേണ്ടി പെട്രോൾ 200 രൂപയാക്കിയാലും ഞങ്ങൾ സഹിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരു കമൻറ്റ് വന്നതാണ്. കമൻറ്റ് ചെയ്തിരിക്കുന്ന ആളിൻ്റെ പേര് രാധാകൃഷ്ണൻ. തിരിച്ച് കമൻറ്റ് കൊടുത്തിരിക്കുന്നത് ഒരു മുസ്ലിം നാമധാരിയുടെ കമൻറ്റിനുള്ള മറുപടിയാണ് കേട്ടോ ഇത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ എന്താണ് സംഗതി എന്ന് മനസ്സിലായി കാണുമല്ലോ. സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ഒരുപാട് ദേശീയവാദികളുണ്ട്. തീവ്രമായി ഘോരമായി ഓരോ കാര്യങ്ങളും വാദിക്കുന്ന ഒരുപാട് ദേശീയവാദികൾ. ശരിക്കും അവരെല്ലാം തുപ്പുന്ന ഈ വിഷയമുണ്ടല്ലോ, അത് മതവിദ്വേഷമാണ്. അതായത് മുസ്ലിങ്ങൾക്കെതിരെയാണ്. അവർക്ക് ഈ മുസ്ലിങ്ങളെ പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു ആത്മസന്തോഷം, ഒരു ആത്മസംതൃപ്തി കിട്ടുന്നത് പോലെയാണ്. മാത്രമല്ല, ഈ വിഭാഗക്കാർക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഇറാനെ ആക്രമിച്ച് അവിടെയുള്ളവരെ എല്ലാം കൊന്നൊടുക്കുക എന്നുള്ളതാണ്. അതിലും കിട്ടും അവർക്ക് എന്തോ ഒരു സന്തോഷം. പക്ഷേ ഇപ്പൊ സംഗതി അതൊന്നുമല്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെയായി. അതായത് ഈ അമേരിക്കയും ഇസ്രായേലും ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പും നമുക്ക് തരാൻ പോകുന്നില്ലെന്ന് ഈ ദേശീയവാദികൾക്കുണ്ടോ മനസ്സിലാകുന്നു. ഇനി അവരോട്ട് മനസ്സിലാക്കാൻ പോകുമോ എന്ന കാര്യത്തിലും സംശയമാണ്. സത്യത്തിൽ ഇവരെല്ലാം വിചാരിക്കുന്നത് എന്താണെന്നറിയോ? എന്തോ വലിയ സംഗതികളൊക്കെ വലിയ കൊട്ടയിലാക്കി ട്രംപും നെതന്യാഹു ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് ഈ ദേശീയവാദികൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കൂ എന്നാണ്. സത്യം എന്താണെന്ന് ഇവിടുത്തെ ഈ വിഡ്ഢികളുണ്ടോ മനസ്സിലാക്കുന്നു. ഇവിടെ ഈ കമ്പോളത്തിൽ കൊണ്ടുവന്ന് അവരുടെ സാധനങ്ങളൊക്കെ വിറ്റ് ഇവിടുന്ന് കാശ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനല്ലേ ഇവന്മാരൊക്കെ ശ്രമിക്കുന്നത്. നമുക്കെന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിലെ GCC രാജ്യങ്ങളിൽ നിന്നാണ്. അവിടെ ഉണ്ടാകുന്ന എന്തു പ്രശ്നവും ഇവിടെ ഒരു ദുരന്തവും ഒരു പ്രതിസന്ധിയുമായി മാറുമെന്ന് ഈ മൂളയില്ലാത്തവന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒരു വലിയ ദുഃഖം. ഇവർക്കെല്ലാം ഉള്ള ഒരു സംഗതിയാണ് മുസ്ലിം വിരോധം. ഈ മുസ്ലിം വിരോധം മുന്നോട്ട് വെച്ചാൽ അങ്ങനെ സുഖമായി ജീവിച്ചു പോകാം, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി ആ പറഞ്ഞ ആത്മസംതൃപ്തിയോട് ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകാമെന്നാണ് ഇവരെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴേ നിലവിളി തുടങ്ങിയിട്ടുണ്ട്. സകല ആളുകളുടെയും ഗ്യാസ് തീർന്നു. ഈ ഗ്യാസ് തീർന്നു എന്ന് പറയുന്നത് ചിലരും ഈ മരിച്ചു കഴിയുമ്പോൾ പറയുന്നതാണ്, അയാളുടെ ഗ്യാസ് പോയി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ. അതുപോലെ ഗ്യാസ് തീർന്നു. പരമാർത്ഥത്തിൽ ഇപ്പോൾ 2-3 ദിവസമായി പലയിടങ്ങളിലും ഒരു ഗ്യാസ് പോയ അവസ്ഥ തന്നെയാണ്. കുറ്റിയുമായി പലരും ഇപ്പോൾ തന്നെ ക്യൂ നിൽപ്പാണ്. ഏതെങ്കിലും വിദ്വേഷ കേന്ദ്രത്തിൽ കൊണ്ടു കൊടുത്താൽ ഈ സിലിണ്ടർ ഒന്നും നിറച്ചു തരില്ല. പലതും ബഹിഷ്കരിക്കണമെന്നും പലരെയും ഉറക്കെ ചീത്ത വിളിക്കണമെന്നും ഉറച്ച ആഹ്വാനം ചെയ്യുമ്പോൾ ആരും ആലോചിക്കുന്നില്ല. ഈ കമന്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ 200 രൂപയായാലും നമ്മൾ സഹിക്കുമെന്ന് പറഞ്ഞില്ലേ, ഇനി 2000 രൂപയായാലും അത് കിട്ടാനില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സത്യത്തിൽ ഈ കമന്റ് എഴുതിയ രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് എടാ പന്നി എന്ന് സ്വയം വിളിച്ച് ആശ്വാസം അടയുന്നതാകും നല്ലത്. കാരണം ഈ മിഡിൽ ഈസ്റ്റും GCC രാജ്യങ്ങളും ഒക്കെ സ്തംഭിച്ചാൽ ഈ പന്നി തിന്നുന്ന വസ്തുക്കളെ ഈ പറഞ്ഞ രാധാകൃഷ്ണൻ ചേട്ടനും പിന്നെ തിന്നാൻ കിട്ടുകയുള്ളൂ. അതീ പാവം അറിയുന്നുണ്ടോ? ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കണം.